ബാക്കിൽ ഫോട്ടോ ഒക്കെ ഉണ്ട് അനിഷ്ടിയെ. നമ്മളൊരു ബുക്ക് ഇറക്കി അത് വായനക്കാരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഒരു സന്തോഷം എന്നെ സംബന്ധിച്ച് ലഭിക്കുന്നത്. ഈ ഒരു ഒറ്റ വാക്കിലൂടെ അനീഷിന്റെ ലൈഫ് സ്റ്റോറി പോയത്, എങ്ങനെയാണ് ഡിവോഴ്സ് ആയത്, അനീഷിന്റെ ജീവിതം തന്നെയാണ് ഇതിലൊക്കെ പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാരന്റെ ആദ്യത്തെ കല്യാണത്തിനെ കുറിച്ച് ഇവിടെയൊക്കെ ആരെയോ കുത്തി പറയുന്ന പോലെ എന്തൊക്കെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് ഇത്രയും ദൂരം എത്തിയിട്ട് നമുക്ക് ഈ ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി. എങ്ങനെ ഈ ബുക്ക് പോകുന്നൊക്കെ ഉണ്ടോ, കച്ചവടമൊക്കെ ഉണ്ടോ? നല്ല മൂവിംഗ് ഉള്ള ബുക്കാണ്. നല്ല മൂവിംഗ് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അനീഷയുടെ ബുക്ക് എവിടെയും കിട്ടാത്തത് ഞാൻ വിചാരിച്ചു കാണില്ല, സ്റ്റോക്ക് കാണില്ല, അല്ലെങ്കിൽ മൂവിംഗ് ഇല്ലാത്ത ബുക്കായിരിക്കും. പക്ഷെ നല്ല മൂവിംഗ് ഉണ്ടെന്ന് അവർ പറയുന്നത്. അപ്പൊ ഇതിൽ എന്തോ കാര്യമായിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളെ തടവിലാക്കിയ ദ്വീപിലാണ് ആ യാത്ര ചെന്നെത്തുന്നത്. ഓർമ്മകളുടെ തോണിയിലേറി പങ്കായം തുഴഞ്ഞ് ദ്വീപെന്ന മറുകരയിലെത്തുമ്പോൾ ജീവിതം സഫലമാകുന്നു. എനിക്ക് തോന്നുന്നു കല്യാണക്കാര്യം അനീഷൻ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരിക്കാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, എൻ്റെ സ്വന്തം അനിയന്, അടുത്ത കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക്, അധ്യാപകർക്ക്, ഞാൻ പരിചയപ്പെട്ട നല്ല മനുഷ്യർക്ക്, സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾക്ക്, സർവോപരി നല്ലതും ചീത്തയുമായ ഓർമ്മകൾ തന്ന സകലമാന ആളുകൾക്കും. ഇതിലെന്തോ ഇല്ലേ? സകലമാന ആളുകൾക്കും, നല്ലതും ചീത്തയുമായ ഓർമ്മകൾ തന്ന സകലമാന ആളുകൾക്കും. സോ ഇതിനകത്ത് പുള്ളിക്കാരൻ്റെ ലൈഫിൽ സംഭവിച്ച ഈവൻ കല്യാണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റ വാക്കിലൂടെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. MBA കാരനാണ്. MBA നേടിയിട്ടുണ്ട്. CSB ബാങ്കിൽ 10 വർഷത്തിലധികം ജോലി ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പലപ്പോഴായി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോളേജ് പഠനകാലത്ത് TV ചാനലുകളിൽ പ്രോഗ്രാമുകളും വാർത്താ വായനയും ചെയ്തിരുന്നു. ഏഷ്യനെറ്റിലെ റിയാലിറ്റി ഷോയിലും പങ്കെടുത്തിട്ടുണ്ട്. സോ ഹി ഈസ് നോട്ട് എ കോമണർ. അനീഷയുടെ അനുമോളെ പ്രപ്പോസ് ചെയ്തല്ലോ. അവർ ആദ്യം വന്നപ്പോൾ അനീഷന് അനുമോൾ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ വഴക്കൊക്കെ ആയിരുന്നു. ആദ്യം മുതലേ മനസ്സിലാക്കി ലാസ്റ്റ് അടിയുണ്ടാക്കി അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ വന്ന് ഇഷ്ടപ്പെട്ട ഒരാളാണ് അനുമോൾ. അതേ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. ബാംഗ്ലൂരിൽ ഒരു യാത്ര പോയപ്പോൾ അനീഷന്റെ ബസ്സിൽ ഒരു സ്ത്രീ അടുത്ത സീറ്റിൽ അടുത്ത് വന്നിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഭയങ്കര യാത്രയിൽ തൊട്ടടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. 40s പ്രായം തോന്നിക്കുന്ന അവർ സാമാന്യ മോഡേൺ ലുക്കിലായിരുന്നു. ആധുനിക വനിതകൾ അങ്ങനെയുള്ളവരാണ്, അങ്ങനെ തന്നെ ആവുകയും വേണം. കുറച്ചു നേരം ആളോട് സംസാരിച്ച് വന്നപ്പോൾ ആളെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. ഇത് തന്നെയാണ് ബിഗ് ബോസിൽ എനിക്ക് തോന്നിയതും. ആദ്യം അനുമോളെ ഇഷ്ടം ഉണ്ടായിരുന്നു. സംസാരിച്ച് 100ാമത്തെ ദിവസം അടുപ്പിക്കാറാവുമ്പോൾ ഒരിഷ്ടം തോന്നുന്നു. സംസാരിച്ച് വന്നപ്പോൾ തോന്നിയൊരു ഇഷ്ടം, അതാണ് ഈ കഥയിൽ പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസിൽ സംഭവിച്ചത്. സ്നേഹിച്ചാൽ അങ്ങ് ചങ്ക് പറഞ്ഞ് സ്നേഹിക്കുന്ന, സൗഹൃദത്തിൽ അങ്ങേയറ്റം കാണിക്കുന്ന ഒരാളാണ് അനീഷേട്ടൻ. അത് നമ്മൾ ബിഗ് ബോസിൽ കാണുകയും ചെയ്തു. ഷാനവാസായിട്ടുള്ള ഒരു സൗഹൃദം. അതുപോലെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ അനീഷേട്ടൻ. ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. കാര്യം എന്താന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഞാനൊരു ബുക്കിന്റെ പിറകെയായിരുന്നു. ആ ബുക്കിന്റെ പേര് എൻ നേരം തുഴഞ്ഞു എന്നാണ്. നമ്മളുടെ ബിഗ് ബോസിലെ അനീഷേട്ടൻ എഴുതിയ ഒരു ബുക്ക്. ആ ബിഗ് ബോസിലും ലാലേട്ടനോടൊക്കെ ഈ ബുക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബുക്കിനകത്ത് എന്താണെന്നോ അതിലെന്താ എഴുതിയേക്കുന്നത്, അനീഷേട്ടന്റെ ജീവിതമാണോ അല്ലെങ്കിൽ വേറെ എന്തോ ആണോ ഒന്നും അറിയില്ല. കുറച്ച് നാളായിട്ട്, അധിക ദിവസമായിട്ട് ഇതെവിടെ കിട്ടും, ഇതിനകത്ത് എന്താന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാനും. അതുപോലെ കുറേ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എറണാകുളത്ത് നിന്ന് തെരഞ്ഞ് കണ്ടുപിടിച്ച് ഞാൻ അത് കോഴിക്കോട് എത്തിയേക്കാണ്. ഇവിടെ ഒരു മാൻകൈൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഷോപ്പിന്റെ ഫ്രണ്ടിലായിട്ടോ ഞാൻ നിൽക്കുന്നത്. ഇതുവരെയുള്ള അനീഷേട്ടന്റെ നമ്മളെ റിയൽ ഫേസ് അല്ലെങ്കിൽ ബിഗ് ബോസിനകത്തുള്ള ഫേസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പുറത്തുള്ള സ്റ്റോറികൾ നമ്മൾ കേട്ടിട്ടില്ല. കുറെ ഗോസിപ്പുകളല്ലാതെ ലൈഫ് സ്റ്റോറി എന്താണ്, അനീഷേട്ടന്റെ ലൈഫ് സ്റ്റോറി നമുക്ക് അറിയത്തേ ഇല്ല. ശരിക്കും കുറച്ച് എക്സൈറ്റഡ് ആണ്. അവിടെ പോയി ആ ബുക്ക് വാങ്ങിച്ച് അതിനുള്ളിൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് പോയി ആ ബുക്ക് അങ്ങ് മേടിക്കാം. ഇങ്ങനെ അവരെടുത്ത് തരുന്നതിന് മുമ്പ് ഇവിടെ ഇഷ്ടംപോലെ അനീഷേട്ടന്റെ ബുക്കിന്റെ കോപ്പികൾ ഉണ്ട്. ബാക്കിൽ ഫോട്ടോ ഒക്കെ ഉണ്ട് അനീഷ്ടിയെ. കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി അല്ലേ ലൈഫ് സ്റ്റോറി അറിയാനായിട്ട്. പക്ഷെ ഇല്ല, ഞാനിപ്പോൾ പറയില്ല. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് ഇത്രയും ദൂരം എത്തിയിട്ട് നമുക്ക് ഈ ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ തുറന്ന് വായിക്കാൻ കുറച്ച് സമയം എടുക്കും. വായിച്ചു തരാം. അതിന് മുമ്പേ എങ്ങനെ ഈ ബുക്ക് പോകുന്നൊക്കെ ഉണ്ടോ, കച്ചവടമൊക്കെ ഉണ്ടോ? നല്ല മൂവിംഗ് ഉള്ള ബുക്കാണ്. നല്ല മൂവിംഗ് ആണല്ലേ. അപ്പൊ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അനീഷയുടെ ബുക്ക് എവിടെയും കിട്ടാത്തത് ഞാൻ വിചാരിച്ചു കാണില്ല, സ്റ്റോക്ക് കാണില്ല, അല്ലെങ്കിൽ മൂവിംഗ് ഇല്ലാത്ത ബുക്കായിരിക്കും. പക്ഷെ നല്ല മൂവിംഗ് ഉണ്ടെന്ന് അവർ പറയുന്നത്. അപ്പൊ ഇതിൽ എന്തോ കാര്യമായിട്ടുണ്ട്. ഓക്കെ,
അപ്പം അതെ എൻ്റെ കയ്യിൽ ഈ ബുക്ക് ഉണ്ട്. ഞാൻ കോഴിക്കോട് നിന്ന് ബുക്ക് മേടിച്ചിട്ട് ഇതേ എറണാകുളത്തേക്ക് തിരിച്ചു പോവാണ്. നേരം തുഴഞ്ഞ് അനിഷ്ടിയെ ഒരു മനുഷ്യൻ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് അറിയോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. ഇത്തരം യാത്രകളിൽ എന്നാവാം, യാത്രകളിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളെ തടവിലാക്കിയ ദ്വീപിലാണ് ആ യാത്ര ചെന്നെത്തുന്നത്. ഓർമ്മകളുടെ തോണിയിലേറി പങ്കായം തുഴഞ്ഞ് ദ്വീപെന്ന മറുകരയിലെത്തുമ്പോൾ ജീവിതം സഫലമാകുന്നു. അനീഷിനെ കുറിച്ചിട്ടുണ്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ. തൃശ്ശൂർ ജില്ലയിലെ കൊടുന്നൂർ എന്ന കാർഷിക ഗ്രാമത്തിൽ ആന്റണി ടിപ്പിയുടെയും ആനി ആന്റണിയുടെയും മകനായി ജനിച്ചു. MBA കാരനാണ്. MBA നേടിയിട്ടുണ്ട്. CSB ബാങ്കിൽ 10 വർഷത്തിലധികം ജോലി ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പലപ്പോഴായി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോളേജ് പഠനകാലത്ത് TV ചാനലുകളിൽ പ്രോഗ്രാമുകളും വാർത്താ വായനയും ചെയ്തിരുന്നു. ശരിക്കും അനീഷേട്ടൻ കോമണർ അല്ല. TV ചാനലിൽ വാർത്ത വായിച്ചിട്ടുണ്ട്, വായനയും പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്, ചാനലിലൊക്കെ ഉണ്ടായിരുന്ന ആൾ. അപ്പോൾ ഒരു കോമണർ ആണെന്ന് പറയാനൊന്നും പറ്റത്തില്ല. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഏഷ്യനെറ്റിലെ ഒരു റിയാലിറ്റി ഷോയിലും പങ്കെടുത്തിട്ടുണ്ട്. സോ ഹി ഈസ് നോട്ട് എ കോമണർ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, എൻ്റെ സ്വന്തം അനിയന്, അടുത്ത കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക്, അധ്യാപകർക്ക്, ഞാൻ പരിചയപ്പെട്ട നല്ല മനുഷ്യർക്ക്, സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾക്ക്, സർവോപരി നല്ലതും ചീത്തയുമായ ഓർമ്മകൾ തന്ന സകലമാന ആളുകൾക്കും. ഇതിലെന്തോ ഇല്ലേ? സകലമാന ആളുകൾക്കും, നല്ലതും ചീത്തയുമായ ഓർമ്മകൾ തന്ന സകലമാന ആളുകൾക്കും. സോ ഇതിനകത്ത് പുള്ളിക്കാരൻ്റെ ലൈഫിൽ സംഭവിച്ച ഈവൻ കല്യാണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റ വാക്കിലൂടെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. സോ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത്. വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി പോയത്, എങ്ങനെയാണ് ഡിവോഴ്സ് ആയത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ. കുറച്ച് നേരമായിട്ട് ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുഴുവനായിട്ട് എനിക്ക് വായിക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല, മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. കുറച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അനീഷേട്ടൻ്റെ ജീവിതം തന്നെയാണ് ഇതിലൊക്കെ പറഞ്ഞേക്കുന്നത്. അനീഷേട്ടൻ ജീവിച്ചു വന്ന സാഹചര്യം, അല്ലെങ്കിൽ അനീഷേട്ടൻ്റെ അപ്പാപ്പൻ, അനീഷേട്ടൻ്റെ കൂട്ടുകാർ, അനീഷേട്ടൻ ബാംഗ്ലൂർ പോയി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായ അനുഭവങ്ങൾ, അവരുടെ കൂട്ടുകാർ തമ്മിലുള്ള ചർച്ചകൾ, മുല്ലപ്പെരിയാർ പൊട്ടില്ലേ എന്നുള്ള ഡൗട്ടുകൾ, അങ്ങനെ പേടിച്ച് ജീവിച്ചൊരു സാഹചര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ, എങ്ങനെ TV-യിലേക്ക് വന്നത്, അല്ലെങ്കിൽ ജോലി എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അനീഷേട്ടൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ അനീഷേട്ടൻ ഒരുപാട് റിയാലിറ്റി ഷോസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നിൽ മാത്രമാണ് സെലക്ഷൻ കിട്ടിയത്. ഒരു ഓഡീഷനിലാണ് സെലക്ഷൻ കിട്ടിയത്. അതും ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ആക്ച്വലി ഇതിൽ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. തികച്ചും അപ്രതീക്ഷിതമായാണ് ഏഷ്യനെറ്റിലെ റിയാലിറ്റി ഷോയുടെ ഭാഗമാകുന്നത്. സെൽമി ദി ആൻസർ സീസൺ 3 ആയിരുന്നു. അതായിരുന്നു ആ ഷോ. വിവിധ ചാനലുകളിൽ നിരന്തരം ഓഡീഷനുകൾക്ക് പോയിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടത് അതിലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ സെലക്ഷൻ കിട്ടിയിട്ടില്ല. ആകപ്പാട് കിട്ടിയത് സെൽമി ദി ആൻസർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലായിരുന്നു. എൻ്റെ ജീവിതം മാറ്റിമറിച്ച ദിനങ്ങൾ, മനോഹരമായൊരു സ്വപ്നം പോലെ തോന്നിച്ച നിമിഷങ്ങൾ. ആ നിമിഷങ്ങളെ ഞാൻ വല്ലാതെ സ്നേഹിച്ചു. എപ്പിസോഡുകൾ ഏഷ്യനെറ്റ് ചാനലിൽ വന്നപ്പോൾ എൻ്റെ നാടായ കോടന്നൂരിൽ പലരും എന്നെ തിരിച്ചറിയുകയും കുശലം അന്വേഷിക്കുകയും ചെയ്തു. ഓർക്കാപ്പുറത്ത് ഭാഗ്യം നമ്മെ വല്ലാതെ കടാക്ഷിക്കാം. സെൽമി ദി ആൻസർ സീസൺ 3 തന്നെ വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ കൂടെ വീണ്ടും വീണ്ടും ഭാഗ്യം കടാക്ഷിച്ചാലോ? ആ റിയാലിറ്റി ഷോയുടെ വിനിയും വീണ്ടും ഭാഗ്യം വന്നാലോ എന്നാണ് ചോദിക്കുന്നത്. അതായിരുന്നു ജയറാം സാറിൻ്റെ കൂടെ വേദി പങ്കിടാൻ പറ്റിയത്. ഓക്കെ, ഞാനിത് വായിച്ചു വന്നപ്പോൾ ഒരു പേജിൽ കണ്ടൊരു കാര്യമാണ്, ഈ സോഷ്യൽ മീഡിയകളെ കുറിച്ച് എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ തുടങ്ങണം, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അച്ഛനുണ്ടായ ആശങ്കകളെ കുറിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഒന്ന് വായിച്ചുതരാം. ഡിഗ്രി പഠനം ഉപേക്ഷിച്ച് സോഷ്യൽ മീഡിയയിൽ അവൻ പുതിയ അക്കൗണ്ട് തുറന്നു. അവിടെ സെലിബ്രിറ്റികളുടെ കല്യാണവും മരണവും അവർ എയർപോർട്ടിൽ വന്നിറങ്ങുന്നതുമെല്ലാം പോസ്റ്റ് ചെയ്യുന്നു. ഓരോന്നിനും പല മടങ്ങ് ലക്ഷം കാഴ്ചക്കാരും. നല്ല വരുമാനമാണ്. ആൾക്കാർക്ക് ഇതൊക്കെ കാണാനാണ് കൂടുതൽ താല്പര്യം. സെലിബ്രിറ്റി എയർപോർട്ട് വീഡിയോസ് എന്നൊരു വിഭാഗം തന്നെ വളർന്നു വരുന്നുണ്ടത്രേ. പുള്ളിക്കാരൻ പറയുന്നത്, പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയ തുറന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കുറേ സെലിബ്രിറ്റികൾ ഉണ്ടെന്നും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെന്നും ഈ സെലിബ്രിറ്റികളുടെ പുറകെ ക്യാമറയും പിടിച്ചു പോകാൻ കുറേ പേരുണ്ടെന്നും അത് അത്രയും റീച്ചാണെന്നും അതിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്നും മനസ്സിലായത് പുള്ളിക്കാരനെ സോഷ്യൽ മീഡിയ തുറന്നപ്പോഴാണ്. ആ ഒരു മനസ്സിലായ കാര്യമാണ് പറയുന്നത്. ഭൂരിഭാഗം ദിവസങ്ങളിലും ചാകരയാണ്. മുഖത്ത് മാസ്ക് വെച്ച് സെലിബ്രിറ്റികളുടെ പുറകെ മൊബൈൽ പിടിച്ചുള്ള നടപ്പാണ്. അവരുടെ ചാനലുകളും ശരീരഘടനയും ഭാഷയും വസ്ത്രധാരണവും ചില്ലറ ചോദ്യോത്തരവുമൊക്കെയായി സംഗതി ഹിറ്റ്.
ബുക്കിനകത്ത് അനീഷേട്ടൻ ഇന്ന് ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ജീവിതം, കൂട്ടുകാര്, എന്താവണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചത്, ഫാമിലി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളും ക്യൂരിയോസിറ്റിയോടെ ഇത് വാങ്ങിച്ച് വായിക്കാനായിട്ട് ശ്രമിച്ചത് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ കല്യാണത്തിനെ കുറിച്ചിട്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു കാര്യം എടുത്തു പറയുന്നില്ല. പക്ഷെ എവിടെയൊക്കെ ആരെയോ പറയാതെ പറയുന്ന പോലെ എന്തൊക്കെ ഡയലോഗുകൾ, കുത്തി പറയുന്ന പോലെ എന്തൊക്കെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് ഇരുത്തി ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. പക്ഷെ ഒരാളെ എടുത്ത് ഇങ്ങനെ സംഭവിച്ചു എന്ന് ആ ഒരു കാര്യം ഒഴികെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു കല്യാണ കാര്യം അനീഷേനെ ഓർക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കാം മേ ബി. അതുകൊണ്ടായിരിക്കാം ഇതിനകത്തും അതിനെക്കുറിച്ച് എഴുതാത്തതെന്ന് തോന്നുന്നു. ബാക്കി കടന്നുപോയ ജീവിതത്തിൽ ജസ്റ്റ് ഒരു ചെറിയ റോള് ചെയ്തു പോയി ആൾക്കാരുടെ വരെ ഒരു പോർഷൻ എഴുതിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കും അത് എഴുതാത്തതെന്ന് എനിക്കറിയില്ല. ചില ഭാഗങ്ങളിൽ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ചെറുതായിട്ട് എവിടെയോ പറയാതെ പറയുന്ന പോലെ 2-3 ഡയലോഗ്സ് ഉണ്ട്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ അനീഷേട്ടൻ അനുമോളെ പ്രപ്പോസ് ചെയ്തല്ലോ. അപ്പം അനീഷേട്ടനും അനുമോളും തമ്മിലൊരു കോംബോ. എനിക്ക് അവർ ആദ്യം വന്നപ്പോൾ അനീഷേട്ടൻ അനുമോൾ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർ തമ്മിൽ വഴക്കൊക്കെ ആയിരുന്നു. ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഒരു ഭയങ്കര അകൽച്ചയിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരു 100ാമത്തെ ദിവസം അടുക്കുമ്പോഴത്തേക്കും പോയി പ്രപ്പോസ് ചെയ്ത ഒരാളാണ് അനീഷേട്ടൻ. അപ്പം ആദ്യം മുതലേ മനസ്സിലാക്കി ലാസ്റ്റ് അടിയുണ്ടാക്കി അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ വന്ന് ഇഷ്ടപ്പെട്ട ഒരാളാണ് അനുമോൾ. അതേ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. സാധാരണ അനീഷേന് മോഡേൺ സ്ത്രീകളെ ഇഷ്ടമല്ല, നമ്മൾ സ്ത്രീകളെ ഇഷ്ടമല്ല. അപ്പോൾ ബാംഗ്ലൂരിൽ ഒരു യാത്ര പോയപ്പോൾ അനീഷേന്റെ ബസ്സിൽ ഒരു സ്ത്രീ അടുത്ത സീറ്റിൽ അടുത്ത് വന്നിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഭയങ്കര രസമാട്ടോ. ഇത് കേട്ടോ, യാത്രയിൽ തൊട്ടടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. 40കൾ പ്രായം തോന്നിക്കുന്ന അവർ സാമാന്യ മോഡേൺ ലുക്കിലായിരുന്നു. തമിഴാണോ മലയാളമാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ പിടികിട്ടുന്നില്ല. പക്ഷെ ആത്മവിശ്വാസം അവരുടെ മുഖത്ത് നന്നായി പ്രകടമായിരുന്നു. ആധുനിക വനിതകൾ അങ്ങനെയുള്ളവരാണ്, അങ്ങനെ തന്നെ ആവുകയും വേണം. അടുത്ത സീറ്റിൽ സ്ത്രീകൾ യാത്രക്കാരായി വരുന്നത് പൊതുവെ എനിക്കിഷ്ടമല്ല. കൃത്യമായ സാമൂഹിക അകലം പാലിക്കേണ്ടി വരുമെന്നതാണ് കാരണം. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ, അറിയാതെയാണെങ്കിൽ കൂടി തട്ടലും മുട്ടലും പാടില്ല. സെമി സ്ലീപ്പർ ബസ്സിൽ അത് പാലിക്കാൻ ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും. ശരിക്കും അനീഷേന് ഒരു സ്ത്രീ അടുത്ത് വന്നിരിക്കുന്നത് ഇഷ്ടമല്ല. അന്ന് ആ ബാംഗ്ലൂർ പോകുന്ന യാത്രയിൽ ഒരു സ്ത്രീ അടുത്ത് വന്നിരുന്നു. ആ ഒരു മോഡൽ സ്ത്രീ ആയിരുന്നു. അപ്പൊ അനീഷേന് ഇഷ്ടപ്പെട്ടില്ല. അകലം പാലിച്ചിരിക്കുന്ന ഒരാളാണ്, സ്ത്രീകളോട് അകലം പാലിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം കുറച്ചു നേരം ആളോട് സംസാരിച്ച് വന്നപ്പോൾ ആളെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. കുറച്ച് അധികം നേരം സംസാരിച്ച് വന്നപ്പോൾ ആളുടെ സ്വഭാവം മനസ്സിലായി, അങ്ങനെ ആളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ബിഗ് ബോസിൽ എനിക്ക് തോന്നിയതും. ആദ്യം അനുമോളെ ഇഷ്ടമുണ്ടായിരുന്നത്. സംസാരിച്ച് ഒരു 100ാമത്തെ ദിവസം അടുപ്പിക്കാറാവുമ്പോൾ ഒരിഷ്ടം തോന്നുന്നു. അങ്ങനെ സ്ത്രീകളെ അടുപ്പിക്കാത്ത ഒരു മനുഷ്യനൊന്നും അല്ല. സ്ത്രീകളെ അടുപ്പിക്കില്ല എന്ന് പറയും, അങ്ങനെ അടുപ്പിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ സംസാരിച്ച് വന്നപ്പോൾ തോന്നിയൊരു ഇഷ്ടം, അതാണ് ഈ കഥയിൽ പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസിൽ സംഭവിച്ചത്. സ്നേഹിച്ചാൽ അങ്ങ് ചങ്ക് പറച്ച് സ്നേഹിക്കുന്ന, സൗഹൃദത്തിൽ അങ്ങേയറ്റം കാണിക്കുന്ന ഒരാളാണ് അനീഷേട്ടൻ. അത് നമ്മൾ ബിഗ് ബോസിൽ കാണുകയും ചെയ്തു. ഷാനവാസായിട്ടുള്ള ഒരു സൗഹൃദം. അതുപോലെ തന്നെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ അനീഷേട്ടൻ. അത് ഇതിലും പറഞ്ഞിട്ടുണ്ട്. 1-2 കൂട്ടുകാരുള്ള ആ കൂട്ടുകാരെ അത്രത്തോളം സ്നേഹിക്കുന്ന കാര്യവും ആ കൂട്ടുകാരായിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ പങ്കിട്ടിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിലുണ്ടായ ചെറിയ ഇഷ്യൂസിന്റെ കാര്യം, അടിയുടെ കാര്യം ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും എനിക്കിത് വായിച്ചപ്പം പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ ലൈഫിൽ നടന്ന, ഈവൻ ഒരു ട്രാവലിംഗ് വരെ, ജസ്റ്റ് ഒരു ബസ് യാത്ര വരെ എത്ര മനോഹരമായിട്ടാണ് ഇതിനകത്ത് എഴുതി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നാണ്. ഈവൻ ചെറിയ കാര്യങ്ങൾ വരെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്ക്. അതുപോലെ തന്നെ പുള്ളി ഓൾ ഇന്ത്യ യാത്ര ചെയ്ത കാര്യം, പുള്ളി എല്ലായിടത്തും പോയിട്ടുണ്ട് കേട്ടോ, ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും അറിവുള്ള, അത്രയും ആൾക്കാരെ കണ്ട് പരിചയമുള്ള അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അപ്പം അത്രയും മനോഹരമായിട്ടാണ് ഈ ബുക്ക് ഓരോ കാര്യങ്ങളും എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് വായിക്കുമ്പോൾ ഇരുന്ന് എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താ അത് പുള്ളിക്കാരൻ എങ്ങനെ വന്നത് എന്നറിയാനൊരു ക്യൂരിയോസിറ്റി നമുക്ക് വായിക്കുമ്പോൾ എന്തായാലും ഇത് വായിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാവും. ഞാൻ എന്തായാലും മുഴുവനായിട്ട് വായിച്ചില്ല, കുറച്ചേ വായിച്ചിട്ടുള്ളൂ. ബാക്കി എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് ബാക്കി വായിക്കാം കേട്ടോ. വീട്ടിൽ പോയിട്ട് ബാക്കി